അങ്ങനെ നാട്ടുകാർ തന്നെ ഇയാളെ ഒറ്റപ്പെടുത്താനും തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇയാൾ മൈക്ക് സെറ്റ് ജോലിയുമായി ബന്ധപ്പെട്ട ജോലികളാണ് ചെയ്തു വന്നിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ അത്യാഡംബരമായ വസ്ത്രങ്ങളും പാദരക്ഷകളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനുള്ള പണം എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് മൈക്ക് സെറ്റുമായി ബന്ധപ്പെട്ട ജോലിയാണ് താൻ ചെയ്യുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് താൻ ഇത്തരത്തിൽ ജീവിക്കുന്നതെന്നൊരു മറുപടിയാണ് ഇയാൾ പറയുന്നത്. പക്ഷേ അതിനുശേഷമാണ് 6 മാസത്തിന് ശേഷം ഈ ഒരു ബൈക്ക് മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ അറസ്റ്റിലാകുന്നതും ഇയാളുടെ പശ്ചാത്തലവും ഇയാൾ എങ്ങനെയാണ് ധനസമ്പാദനം നടത്തുന്നതെന്നുള്ള കാര്യങ്ങളുമൊക്കെ നാട്ടുകാർക്ക് പിടികിട്ടുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് ഇത്തരത്തിൽ ഒരു ക്രൂരത ആ കുട്ടിയോട് ചെയ്തത്. ഇതിനു മുൻപ് ഇയാൾ ഈ ഹോമോസെക്ഷുവാലിറ്റി അത്തരത്തിൽ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ഏതെങ്കിലും കുട്ടിയോട് ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ഇയാൾ 6 മാസത്തോളം സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ, അയാൾ എവിടെ പോയി എന്ന് സമൂഹത്തിൽ ആർക്കും പറഞ്ഞുകൂടാ. അങ്ങനെ അജ്ഞാതവാസം കഴിഞ്ഞു വരുന്ന ഒരാളുടെ അയാൾ എവിടെ പോയി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതിനു മുൻപ് ഇത്തരത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നത് തീർച്ചയായും അന്വേഷണ പരിധിയിൽ എത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നു. ഇതിൽ വഴിത്തിരിവാകുന്ന ഒരു CCTV ക്യാമറയാണ്. 6-8 ഇയാൾ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ഉദ്യമത്തിൽ കുട്ടിയെ തിരഞ്ഞിറങ്ങിയവരോടൊപ്പം കൂടിയ ഇയാൾ അവർക്ക് മുൻപിലൊക്കെ നിസ്സഹായമായ നിഷ്കളങ്കമായ ഒരു ഭാവമാണ് ഇയാൾക്കുണ്ടായിരുന്നത്.